ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാനിപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഡേയ്സ് ആയുള്ളൂ. പക്ഷെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തില്ല. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തത്, ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാ ഈ വീഡിയോ ഇട്ടേക്കാം, എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന്. എന്നെ പോലുള്ള ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്കും ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു വലിയൊരു ഉപകാരമാവെന്ന് വിചാരിക്കുന്നു. സോ ഇതിലേക്ക് കടക്കാം. ഈസിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒത്തിരി ഈസിയാണ്. അപ്പം ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്നും ഇനി എങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് താങ്ക് യു. നിങ്ങൾ നല്ലൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല, എന്ത് ചെയ്യണം എന്നൊക്കെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. വളരെ ഈസിയാണ്, ഭയങ്കര ഈസി ആയിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും. സോ അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്കൊരു ചാനലിന്റെ ഒരു ഐഡിയ ഉണ്ടാവണം അല്ലെ. എന്താണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ നീഷ്, അങ്ങനെയുള്ള ചാനൽ ഐഡിയ എന്ന് പറഞ്ഞാണ് നീഷ്. നീഷ് ഇല്ലാതെയും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഒരു കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് ശേഷമായിരിക്കും മനസ്സിലാവുക ഓക്കെ ഈ വീഡിയോ നല്ലതായിരിക്കും, ഈ രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാം. പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന ചാനൽ തുടങ്ങിയ എനിക്ക് ഇന്ന കണ്ടന്റ് ഇട്ടാണ് പറ്റുന്നത്, അതിനാണ് പറയുന്നത്. അപ്പൊ യൂട്യൂബ് ചാനൽ ഒരു ഐഡിയ വേണം, അതിനാണ് നീഷ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു കുക്കിംഗ് ചാനൽ ആണെങ്കിൽ അവർ കുക്കിംഗ് റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നു, അതിന് നീഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചാനൽ ഇമ്പോർട്ടന്റ് ആയി പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിൽ വീഡിയോസ് ഇടാൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങളെ കൊണ്ട് പറ്റണം. അങ്ങനെയുള്ള കാര്യമായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളൊരു ചാനൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്തിനാണ് ആ ചാനൽ ഉണ്ടാക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ചാനൽ ഐഡിയ തന്നെ പറയൂലേ, അതാണ് ഉദ്ദേശിക്കുന്നത് നീഷ്. വേറെ ഒന്നും ഇല്ല കേട്ടോ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, സിമ്പിൾ. പിന്നെ സെക്കൻഡ്, ഒരു ജിമെയിൽ അക്കൗണ്ട് വേണം. അത് ഞാൻ ഇതിൽ കാണിക്കാതെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കാം. സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മതി. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ജിമെയിൽ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണും. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജിമെയിലിൽ കുറച്ച് ഓപ്ഷൻസ് തരും. അതിൽ നമുക്കൊരു മെയിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺ ക്രിയേഷനിൽ നമുക്കൊന്ന് എടുക്കാം ചൂസ് ചെയ്തിട്ട്. ഓക്കെ, അവൈലബിൾ നോക്കിയിട്ട് ഇത് അതുപോലെ. അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യാം. പിന്നീട് യൂട്യൂബ് തുറന്ന് നമ്മൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിന്റെ സെറ്റിംഗ്സ്, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആണ്, അത് പ്രോപ്പർ ആയിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ബ്രാൻഡിങ് ലോഗോയും അതുപോലെ ബാനറും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഗൈസ്. യൂട്യൂബിൽ എങ്ങനെയാണ് ബ്രാൻഡിങ് ലോഗോയും അതുപോലെ ബാനറും സെറ്റ് ചെയ്യാന്നുള്ള വീഡിയോയും കൂടി കാണിച്ചു തരാം. ക്യാൻവ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇട്ട് അത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്കതിൽ യൂട്യൂബ് ബാനർന്ന് യൂട്യൂബ് ലോഗോ എന്ന് സെർച്ച് ചെയ്ത ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള എഡിറ്റൊക്കെ ചെയ്തിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാനിത് ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇൻസ്പയർ ബൈ അശ്വതി എന്നുള്ളതിൽ എല്ലാം ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ലോഗോയും ബാനറും ഞങ്ങൾ തയ്യാറാക്കി. അതിനുശേഷം നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ ഈ ഐക്കൺ ഉണ്ടല്ലോ താഴെ കാണുന്ന ഈ ഐക്കൺ യു എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ചാനൽ കാണാൻ പറ്റും. അങ്ങനെ ചാനലുകളായിട്ട് അതിൽ പ്രൊഫൈൽ പിക്ക് പോലെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക റൗണ്ടിൽ. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ ഗാലറിയിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഫുള്ള് അതിൽ അപ്ലോഡ് ചെയ്ത് സെറ്റ്. യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു ട്രൈപോഡ് ഉണ്ട്, പിന്നെ മൈക്ക്. ഇത് ആക്ച്വലി ഞാൻ സൗണ്ടിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിലിടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഐഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ആക്ച്വലി ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തിരുന്നു ഐഫോൺ ഉണ്ടെങ്കിൽ ചെയ്യുള്ളൂ. അങ്ങനൊന്നുമല്ല, ഐഫോണിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ കയ്യില് സാധാരണ എന്ത് ഫോണാണുള്ളത്, അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഫോണാണെങ്കിലോ ഇല്ലെങ്കിലോ, ക്ലാരിറ്റി ഒക്കെ ഡിപ്പെൻഡ് ഓൺ ലൈറ്റ്. ഇവിടെയുള്ള ലൈറ്റിന്റെ ഒരു ക്ലാരിറ്റിയിലാണ് നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ സൗണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ആക്കിയാൽ ബെറ്റർ ആയിരിക്കും. കുറച്ച് ഉറക്കെ സംസാരിച്ചാൽ കൂടെ ബെറ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല.
ഞാനിപ്പോ ഇങ്ങനെയൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അതില്. പിന്നീടാണ് നമ്മളത് ഡെവലപ്പ് ചെയ്ത് വരാം. സോ ഡെവലപ്പ് ചെയ്താലല്ലേ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ലേൺ ചെയ്താണ് പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുക. നമ്മൾ ഇന്നിങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഇതിനും ബെറ്റർ ആയിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോ എന്റെ ഇതിൽ എഴുതിയ പോലെ തന്നെ പോസിറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ അല്ലെ. വേറെ തിങ്ക് ഉണ്ട്, തിങ്ക് പോസിറ്റീവ്, അത്രേ ഉള്ളൂ. കാണിച്ചു. അപ്പോ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. ഇനി നല്ല നല്ല വീഡിയോസ് ഒക്കെ വരണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സോ ഇതുപോലെ ഫസ്റ്റ് ടൈം യൂട്യൂബ് ചാനൽ, വെള്ളി നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പേടിയായിട്ട് ഇങ്ങനെ ചാനൽ എങ്ങനെ ഇപ്പൊ ഈ ഒരു ക്യാമറ നോക്കി എങ്ങനെ സംസാരിക്കണം, ക്യാമറ ഉണ്ടായിക്കോട്ടെ ഇല്ലയോ നമ്മളൊന്നും ബോധേടല്ല. നമ്മൾ എന്താണോ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങ് പറയാം, അത്രേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊക്കെയാണ്. ഇനി നല്ല നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. ബൈ.